ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു വർമാസ് വിജി വേൾഡ്. ഇന്ന് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സൗത്ത് ഇന്ത്യൻ റെസിപ്പി ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ദാൽപ്പൊടി അഥവാ പരിപ്പ് പൊടി. കേരളത്തിന് പുറമെ തമിഴ് മീൽസും ആന്ധ്ര മീൽസൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാം, അവിടെ അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത് വൈറ്റ് റൈസ് ആയിരിക്കും. അവിടെ നമ്മൾ റൈസ് വിളമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ചോറിന് മുകളിലേക്ക് കുറച്ച് പരിപ്പ് പൊടിയാണ് ഇടുന്നത്. പിന്നാലെ തന്നെ കുറച്ച് നെയ്യും ഒഴിക്കും. ഈ പരിപ്പ് പൊടിയും നെയ്യും പപ്പടവും കൂടി പൊടിച്ചു കൂട്ടിയിട്ടാണ് അവിടെ ഊണ് കഴിച്ചു തുടങ്ങുക. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സദ്യയിലൊക്കെ കട്ടിപ്പരിപ്പും നെയ്യും പപ്പടവും കൂടി കഴിച്ചു തുടങ്ങണത് പോലെ ഈ പരിപ്പ് പൊടി എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് നമ്മുടെ ചട്നിപ്പൊടി തന്നെയല്ലേ എന്ന്. പക്ഷേ ഈ പൊടിക്ക് നമ്മുടെ ചട്നിപ്പൊടിയിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ദാൽപ്പൊടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് 3 പരിപ്പുകളാണ് ആവശ്യമുള്ളത്. ഈ 3 പരിപ്പുകളും ഒരേ അളവിൽ വേണം എടുക്കാനായിട്ട്. കടലപ്പരിപ്പ്, തുവരപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്. ഈ പരിപ്പുകൾ ഓരോന്നും തനിയെ തനിയെ ഓട്ടുവറവിൽ, അതായത് എണ്ണ ചേർക്കാതെ വറുത്തെടുക്കണം. പരിപ്പുകൾ 3ഉം പൊൻനിറമാകണം. ചെറുപയർ പരിപ്പ് വറക്കുമ്പോഴേക്കും മണം വീടേ നിറയണം എന്നാണ് പറയുക. ചട്നിപ്പൊടിയായിട്ടുള്ള പ്രധാന വ്യത്യാസം ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ചട്നിപ്പൊടിയിലെ പ്രധാന ചേരുവ ഉഴുന്നുപരിപ്പാണ്. എന്നാൽ നമ്മൾ ദാൽപ്പൊടി ഉണ്ടാക്കുമ്പോൾ ഉഴുന്നുപരിപ്പ് ഉപയോഗിക്കണേ ഇല്ല. ഇനി നമുക്ക് ഈ പരിപ്പുകൾ ഓരോന്നായിട്ട് വറുത്തെടുക്കാം. അപ്പം എണ്ണമയം ഒട്ടുമില്ലാതെ ഓട്ടുവറവിലാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് കടലപ്പരിപ്പ് വറുത്തെടുക്കാം. അപ്പം ഈ ഓരോ പരിപ്പും സ്വർണ്ണവർണ്ണം, അതായത് ഒരു പുളിയുറുമ്പിൻ്റെ നിറാവണ വരെ നമുക്ക് വറുത്തെടുക്കണം. ഇതപ്പോൾ കടലപ്പരിപ്പ് നല്ല പൊന്നിറായിട്ടുണ്ട്. നമുക്കിത് വാരിയെടുത്തിട്ട് അടുത്ത പരിപ്പ് തുവരപ്പരിപ്പ് വറുത്തെടുക്കാം. തുവരപ്പരിപ്പും നല്ല സ്വർണ്ണ നിറായിട്ടുണ്ട്. നമുക്കിത് വാരിയെടുത്തിട്ട് ചെറുപയർ പരിപ്പും കൂടി വറുത്തെടുക്കാം. ചെറുപയർ പരിപ്പ് വറുത്തെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പിടി വേപ്പില കൂടി ചേർക്കാണ്. ഒരു ചെറിയ സ്പൂൺ നല്ല ജീരകം കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് വറുത്തെടുക്കാം. കറിവേപ്പില നമ്മൾ കൈ കൊണ്ടൊന്ന് അമർത്തി കഴിഞ്ഞാൽ തന്നെ പൊടിയണം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം. അതിനു വേണ്ടിയിട്ടാണ് കറിവേപ്പില നമ്മളിവിടെ ചെറുപയർ പരിപ്പ് വറുത്ത് തുടങ്ങുമ്പോൾ തന്നെ ചേർക്കണത്. പിന്നെ ഈ ദാൽപ്പൊടിയുടെ കൂടെ കറിവേപ്പിലയുടെ പൊടിയും കൂടി ചേരുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദായിരിക്കും. ചെറുപയർ പരിപ്പ് വറക്കുമ്പോൾ അതിൻ്റെ മണം വീടേ നിറയണം എന്നാണ് പറയുക. അപ്പം അതിൻ്റെ കൂടെ കറിവേപ്പില മൂപ്പിക്കുന്നതും ജീരകം മൂപ്പിക്കുന്നതും കൂടിയായിട്ടുള്ള മണമാകുമ്പോൾ പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ, വീട് മുഴുവനും ഒരു നല്ലൊരു മണമായിരിക്കും. ഇപ്പം നമ്മുടെ ചെറുപയർ പരിപ്പും നല്ല സ്വർണ്ണ വർണ്ണമായിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇപ്പം വീട് മുഴുവനും ഇതിൻ്റെ മണമാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലയും നന്നായിട്ട് മൂത്തിട്ടുണ്ട്, ജീരകവും മൂത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ 3ൻ്റെയും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു മണമാണ് ഇവിടെ മുഴുവനും. ഇനി നമ്മൾ വീണ്ടും ചട്ടി അടുപ്പത്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് വറുത്തെടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 4 എരിവുള്ള മുളകും 2 കാശ്മീരി ചില്ലി പിരിയമുളകുമാണ് എടുത്താക്കണത്. അപ്പം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു 5 വലിയ മുളക് എടുക്കുക, സാധാരണ എരിവുള്ള മുളക് എടുക്കുക. അതുപോലെ ഒരു 4-5 മണി കുരുമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ പാകത്തിന് എടുക്കുക. അപ്പോൾ ഇതൊരു മീഡിയം എരിവേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കും കൂടി കഴിക്കേണ്ടതായതുകൊണ്ട് നമ്മൾ ഈ ഒരു എരിവാണ് എടുക്കണുള്ളൂ. പിന്നെ വല്ലാണ്ട് പരിപ്പ് പൊടിയിൽ എരിവ് കൂടിയാലും അത്ര സുഖം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ നിങ്ങൾ എടുക്കണ ക്വാണ്ടിറ്റിയുടെയും അതുപോലെ തന്നെ നിങ്ങളുടെ രുചിയുടെയൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളകിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം. ഇതും നമുക്ക് എണ്ണയില്ലാതെ ഓട്ടുവറവിൽ മൂപ്പിച്ചെടുക്കാം. 3 തരം പരിപ്പുകൾ, കറിവേപ്പില, ജീരകം, 2 തരം മുളകുകൾ, കുരുമുളക്, ഇതൊക്കെ നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞു. ഇതൊക്കെ നമ്മളിപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിൽ നിരത്തി വെച്ചേക്കാണ്. ചൂടാറിയതിന് ശേഷം ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നല്ല നൈസ് പൊടിയായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ പാൻ ചൂടായിട്ട് വരുമ്പോൾ ഒരു ചെറിയ സ്പൂൺ നെയ്യ് ചേർക്കുന്നതാണ് കൂടുതൽ സ്വാദ്. ഇനിയിപ്പോൾ നെയ്യ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ നെയ്യായാലും
നല്ലെണ്ണ ആയാലും വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കാം. അപ്പോൾ നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പൊടി കാറാനായിട്ട് സാധ്യതയുണ്ട്. നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ 1 സ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വേപ്പില കൂടി ചേർക്കുക. അപ്പോൾ വേപ്പിലയും നമ്മൾ കൈ കൊണ്ടൊക്കെ ഒന്ന് പിടിച്ചാൽ പൊട്ടണം. ആ ഒരു പരുവത്തിൽ വേപ്പില മൂപ്പിച്ചെടുക്കുക. ഇനി വറവ് ഇങ്ങനെ തന്നെ ഇവിടെ വെച്ചോളൂ. ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് നമ്മൾ ഈ പൊടി ചേർക്കാൻ പാടില്ല. അപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചേക്കണ പരിപ്പ് പൊടി, ദാൽ പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഈ ദാൽ പൊടിക്ക് ഇനി ഒരു ചെറിയ സ്പൂൺ വെങ്കായപ്പൊടി, കായപ്പൊടി കൂടി ചേർക്കാം. നെയ്യിൻ്റെയും കായത്തിൻ്റെയും അതുപോലെ തന്നെ വേപ്പിലയുടെയും മണം എല്ലാ ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പൊടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ പൊടി എയർ ടൈറ്റ് ഉള്ള ഗ്ലാസ് ജാറുകളിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ ഈ പൊടി നമുക്ക് മാസങ്ങളോളം കേടുകൂടാണ്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ എല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന, ആസ്വദിച്ച് കഴിക്കുന്ന ഒന്നായിരിക്കും ഈ ദാൽപ്പൊടി. ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, വളരെ ഹെൽത്തിയാണ്. അപ്പോൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ദാൽപ്പൊടിയുടെ റെസിപ്പി നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക. അത് നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട്. അതുവരെ ബൈ.